ഞാൻ ബി.എഡ് കഴിഞ്ഞു. അപ്പോൾ തന്നെ അറിയാമല്ലോ UPSC എക്സാം ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ഗ്രീൻ ഫ്ലാഗ് കിട്ടിയത് സുധീർ സാറെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ PSC ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പം ഈ UPSC എക്സാം അധികവും ജനറൽ PSC ആയിട്ട് അത്യാവശ്യം കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്നു. അപ്പം ഫസ്റ്റ് ഡേ തന്നെ അഡ്മിഷൻ്റെ ടൈമിൽ തന്നെ സാറ് ചെറിയൊരു എക്സാം നടത്തി. പിന്നെ ഒരു കൗൺസിലിംഗ് സെഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിൽ എൻ്റെ ഡിഗ്രി സബ്ജക്റ്റ് ഒക്കെ മാത്സ് ആണ്. അപ്പോൾ മാത്സിലുള്ള 12 മാർക്കും പ്ലസ് എക്സ്ട്രാ ഒരു 3-4 മാർക്കും അത്രേ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കൗൺസിലിംഗ് സെഷനിൽ സാർ പറഞ്ഞു തന്നു എൻ്റെ ബാക്കി സബ്ജക്റ്റിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. സാറ് പിന്നെയും പറഞ്ഞു ഞങ്ങളത് 6ാമത്തെ ബാച്ചാണ് വരിക. ഇതിനു മുമ്പ് ഓൾറെഡി 5 ബാച്ച് ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല ലെവലിൽ പോവുകയാണ് ചെയ്യുന്നത്. ഒരു 2 മാസം നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അവരെ കൂടെ ആഡ് ചെയ്യണോ വേണ്ടയോ, അപ്പോൾ കാറ്റഗറൈസ് ചെയ്യുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ വന്ന്, പക്ഷേ സാറ് ഫുൾ സപ്പോർട്ട് ആ ഒരു രീതിയിലായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ കയറി. അപ്പോൾ ഞാൻ ഫുൾ കോൺഫിഡൻസോട് കൂടിയായിരുന്നു ഇരുന്നത്. എനിക്ക് തോന്നുന്നു സോഷ്യലാണ് എടുത്തത്. അപ്പം സോഷ്യലിൻ്റെ തുടക്കം തന്നെ വൈകുണ്ഠസ്വാമിയായിരുന്നു. അപ്പം നമ്മൾ സാറ് പറയുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ എല്ലാം വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല പേടിയായി. ഞാൻ ഈവൻ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് പല ക്ലാസ്സിലും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് എന്തും ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് പോയി പറയാം. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ആ ടൈമിൽ ഇനി എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് എത്ര ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പക്ഷേ ഇനി ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പലപ്പോഴും വേറെ ടീച്ചേഴ്സിനെ പോയിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനെ പോയി കണ്ടിട്ടുണ്ട്. സുധീർ സാറെ ക്യാബിനിൽ തന്നെ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം അവിടുത്തെ നിന്ന് ഇറങ്ങിയാൽ ഫുൾ റിലാക്സ്ഡ് ആവും. അപ്പം അങ്ങനെ ആ ഒരു 18 മാർക്കിനായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് അവസാനം അത്യാവശ്യം നല്ല ഇതിൽ എത്താൻ പറ്റി. മോക്ക് ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സ് ഓൾവേസ് സപ്പോർട്ടായിരുന്നു. ഞാൻ ഓൾവേസ് താങ്ക്ഫുൾ ആണ് അത്.